വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആണ് കേട്ടോ. ഇതും ജാംദാനിയുടെ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ്, കോട്ടൺ ഇതിനകത്തോട്ട് വരുന്നത് കേട്ടോ. അതായത് അടിപൊളി, ഇതിനകത്ത് ഈ കാണുന്ന ഈ ഒരു ഡോട്ട്സ് വരുന്നത് ബുട്ടാസ്, അത് വീവിങ് ആണ്. അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിനകത്ത്. നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു കഫ്താൻ ചെയ്തായിരുന്നു. ഇപ്പൊ നമ്മൾ ഇതുപോലെ എ ലൈൻ പാറ്റേണിലൊക്കെ ഒരു കുർത്തി, അതിനകത്തോട്ട് ഒരു ബോട്ടം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബോട്ടം സെയിം ഈ ഫാബ്രിക്കിന്റെ തന്നെ വീവിങ് വരുന്ന നല്ലൊരു ലൈറ്റ് ഓണിയൻ ഷെയ്ഡ് വരുന്നതാണ്. ഇതിനകത്തോട്ട് ഈ ബോർഡർ എല്ലാം അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് കണ്ടോ. ഇതുപോലെ ആ ഒരു സെൽഫ് ബോർഡർ വന്നിട്ട് ഒരു വീവിങ് വൈറ്റ് കളർ. ഇതുപോലെ തന്നെ നെക്ക് നമ്മൾ ഇപ്പൊ ഇനി കുറച്ച് സ്ഥിരമായിട്ട് ബോട്ട് നെക്ക് വിത്ത് വി കട്ടിങ് നമ്മൾ നല്ല അടിപൊളി പാറ്റേൺസ് ആയിരുന്നു. അപ്പൊ ഇതിന് വ്യത്യാസമായിട്ട് ഇപ്പൊ ഈ ഒരു ഷേപ്പിലിട്ട് ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു വീനെക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഈ ഒരു നല്ല ഒരു പടി വെച്ചിട്ട് ഈ ഒരു ബോർഡർ വരുന്ന ഈ ഒരു പടിയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു പ്ലീറ്റ്സും വെച്ചിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി ഞാനിതൊരു ഇൻവേർട്ടഡ് പ്ലീറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാട്ടോ. ഇപ്പൊ ഇങ്ങനത്തെ പ്ലീറ്റ്സ് വേണ്ട എന്നുള്ള കോട്ടൺ ഇങ്ങനത്തെ പ്ലീറ്റ്സ് ഇടുന്നതിലും നല്ലത് വേണമെങ്കിൽ ഇൻവേർട്ടഡ് പ്ലീറ്റോ അല്ലെങ്കിൽ ചെറിയ ഗ്യാദേഴ്സ് കൊടുക്കുന്നതായിരിക്കും. അതും ഓക്കെയാണ്. കാരണം രണ്ടും സിമിലർ ആണ്. ചെറിയ ഗ്യാദേഴ്സ് ഒരു പ്ലീറ്റ്സ് ഉണ്ടെന്ന് തോന്നാനായിട്ട്, വയറൊക്കെ ഉള്ളവർക്ക് നല്ല ഒതുക്കം തോന്നാനായിട്ട്. അപ്പം ഇതുപോലെ നല്ല അടിപൊളി. അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് അതിന്റെ ബോട്ടമാണ്. ഇതുപോലെ ഈ ഒരു സെയിം ഫാബ്രിക് തന്നെ ഞാൻ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ സ്ട്രൈപ്സ് വരുന്നൊരു ബോട്ടമാണ്. അതിന്റെ ഫോട്ടോ ആയിട്ട് ഞാൻ കൊടുക്കാം. അപ്പൊ അങ്ങനെ നല്ല അടിപൊളി ഒരു കോട്ട് സെറ്റ്. ഇതുപോലെ ഒരു എയർലൈൻ ടോപ്പും അതിനൊരു പലാസോ ഒരു ബോട്ടോ കൊടുക്കുമ്പോൾ നല്ലൊരു സ്റ്റൈലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതിന്റെ ക്ലോസ് ലുക്ക് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ കണ്ടോ, ഈ ഒരു വീവിങ് വന്നേക്കുന്നത്. ഇതുപോലെയാണ് ഇതിന്റെ വീവിങ് വരുന്നത്. ഇതാ ഈ ഒരു ബൂട്ടാസ് കണ്ടോ, അത് ഒരു വീവിങ് ആണ് ഇതിനകത്തോട്ട് വന്നേക്കുന്നത്. എന്നിട്ട് നമ്മൾ നെക്ക് പോർഷൻ കണ്ടോ, നല്ലൊരു ഒരു കേർവ് ആയിട്ടുള്ളൊരു വി കൊടുത്തിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പടി പോർഷൻ ഇതുപോലെയും കൊടുത്ത് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. സ്ലീവും ആ ഒരു ബോർഡറോട് കൂടി. ബാക്ക് സൈഡ് ഇതാണ് അതിന്റെ ആ ബൂട്ടാസ് നിങ്ങൾ ക്ലോസ് ആയിട്ട് കണ്ടോ. സ്ലീവിന്റെ വീവിങ് ഇതാണ്. അപ്പം ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത്. ഞാൻ ഇതിന്റെ കഫ്താൻ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇതുപോലെ കഫ്താന്റെ വീഡിയോ കണ്ടോ, സെയിം ഈ പാറ്റേൺ വെച്ചിട്ട് കഫ്താന്റെ സാമ്പിളും ചെയ്തായിരുന്നു. അപ്പം ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത്. നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കോട്ട് സെറ്റ്. അപ്പം ഈ ലിനന്റെ ലുക്ക് ഉണ്ട്, ഇക്കത്തിന്റെ ഫാബ്രിക് ആ ഒരു പ്രിന്റ് വരില്ലേ, അതേപോലെ ആ വീവിങ് അതേപോലെ വന്നേക്കുന്നത്. ശരിക്കും നമ്മളൊരു ലിനൻ ക്ലോത്ത് വെയർ ചെയ്യുന്ന ഒരു ഫീലാണ്. അതിന് നമ്മൾ ഇതുപോലെ ഒരു ഫ്രോക്ക് പോലെ, ഇനി നമുക്ക് ബോട്ടംസ് ഒക്കെ എല്ലാവരും എന്താ പറയാ, ഇപ്പൊ ആരും മാച്ചിങ് ബോട്ടം ഇടുന്നില്ല. ഒരു ആംഗിൾ ലെങ്ത് ബോട്ടം ഒക്കെ താഴെ ഒരു ഷോർട്സ് പോലെയൊക്കെ വെയർ ചെയ്യുന്നുള്ളൂ. കാരണം ഫ്രോക്കാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതൊരു ശരിക്കും ഒരു ഫ്രോക്ക് സ്റ്റൈലിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് ഇതേപോലെ പോക്കറ്റ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ എല്ലാവരും പേഴ്സണലി കസ്റ്റമൈസ് ചെയ്യുമ്പോൾ പോക്കറ്റ് വെക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വൺ സൈഡ് പോക്കറ്റ് ആണ് നമ്മളിപ്പം വെച്ചേക്കുന്നത്. ഇതിന്റെ 3 കളേഴ്സ് ആണ് ഏറ്റവും സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്നത്. നല്ലൊരു മെറ്റീരിയൽ ആട്ടോ. ഇത് കണ്ടോ, നല്ല തിക്നെസ് ആട്ടോ ഈ മെറ്റീരിയലിന്, അത്യാവശ്യം നല്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിറ്റ് ചെയ്യാം. പിന്നെ വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനത്തെ ഫാബ്രിക്സ് കുറച്ചും കൂടെ ഒന്ന് ക്ലോസ് ഇതാവും. അപ്പം ഇതുപോലെ കണ്ടോ, ഇത് 3 കളേഴ്സ് ആണ്, നല്ല അടിപൊളിയായിട്ടുള്ള 3 കളേഴ്സ്. ഇതുപോലെ ഒന്ന് ഞാനിപ്പോ വേറെ ഇതേക്കുന്ന ഇതൊരു പീച്ച് പിങ്ക് നല്ലൊരു ഷെയ്ഡാണ്, ഒരു ഓണിയൻ ഷെയ്ഡിന്റെ തന്നെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് നല്ലൊരു മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഷെയ്ഡാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ വന്നേക്കുന്നത് ഇതാണ് ശരിക്കും ഡാർക്ക് ഒരു ഓണിയൻ ഷെയ്ഡ്. ശരിയാണ്, ഡാർക്ക് ഓണിയൻ ഷെയ്ഡ് വന്നേക്കുന്നത് ഇതാണ്. ഞാനപ്പോൾ വേറെ ഇതേക്കുന്ന പീച്ചിന്റെ ഡാർക്ക് ആയിരിക്കും കേട്ടോ, പീച്ച് പിങ്കിന്റെ മിക്സ് ആയിട്ട്. അങ്ങനെ ഇതേപോലെ തന്നെ 3 കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ഇൻവേർട്ടഡ് പ്ലേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി നെക്ക് ഉണ്ട്. ഒരിക്കലും ഈ നെക്ക് ഇങ്ങനെ മറന്നു പോണ പ്രശ്നമൊന്നും. ഓക്കെ, അപ്പൊ അടുത്ത കളർ ഇതേപോലെ നല്ല ഈ ഒരു കളേഴ്സ് ഒക്കെ ഭയങ്കര റെയർ ആണ് കേട്ടോ. ഇതിന്റെ വൺ സൈഡ് ഇതേപോലെ പോക്കറ്റ് ഉണ്ട്. ഇതുപോലെ വൺ സൈഡ് പോക്കറ്റ് ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇൻവേർട്ടഡ് പ്ലീറ്റ് എപ്പോഴും സൂക്ഷിക്കണം. കാരണം ഇത് വിത്തൗട്ട് ലൈനിങ് ഇതിന്റെ അകത്ത് ചെയ്യുന്നില്ല. അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഈ പോർഷനിൽ വെച്ചിട്ടായിരിക്കണം കയറ്റുമ്പം ചെയ്യണം, അല്ലെങ്കിൽ ഇത് വിട്ടുപോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളത് ഡാമേജ് അല്ല, അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് കെയർ ചെയ്താൽ മതി. അപ്പം ഇതും സ്ട്രെയിറ്റ് വ്യൂ വെച്ചിട്ട് ഈ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള കളറ് ഇതേപോലെ ഈ ഒരു ഗ്രീൻ കളർ. ഓക്കെ, പോക്കറ്റ് ഒക്കെ വെച്ചിട്ട് വൺ സൈഡ്. എല്ലാവർക്കും പോക്കറ്റ് ഇപ്പൊ എല്ലാവരും പ്രിഫർ ചെയ്യുന്നുണ്ട്, ഫോണൊക്കെ യൂസ് ചെയ്യാനും എല്ലാത്തിനും. അപ്പം ഇതേപോലെ തേർഡ് കളർ ഇതേപോലെ നല്ലൊരു ഓണിയൻ ഷെയ്ഡ്, കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കും കേട്ടോ, നല്ല ബോഡി ഫിറ്റിംഗ് ആയിട്ടിരിക്കും. പിന്നെ ഇതുപോലെ അങ്ങനെ 3 കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 3 കളേഴ്സ്. ഫസ്റ്റ് ഞാനിപ്പോൾ വേറെ ഏതൊക്കെ കളർ, ഈ ഒരു ഗ്രീൻ കളർ, ഈ ഒരു ഫസ്റ്റ് വേറെ ഈ ഒരു പീച്ച് കളർ, അങ്ങനെ 3 ഷെയ്ഡ്സിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.